ഹായ്, ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? എല്ലാവരും ഡേ 1 മുതൽക്ക് 13 വരെയുള്ള പ്രാക്ടീസും ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഡേ 14ലേക്ക് കടക്കുവാണ്. നമ്മൾ ആക്ച്വലി ഹാഫ് ആയല്ലേ, ഹാഫ് പാർട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 14 ഡേയ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 14th ഡേ ആണ് ഇന്ന്. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും നല്ല എനർജറ്റിക് ആയിട്ടും ഒക്കെ ഇരിക്കുവാണല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹാവ് എ മാജിക്കൽ ഡേ. നമ്മളുടെ ഓരോ ദിവസവും എങ്ങനെയാണ് നമുക്ക് മാജിക്കൽ ഡേ ആക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഈ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ റോക്ക്, മാജിക്കൽ റോക്ക്? അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലെ? നിങ്ങൾ നന്ദി പറയാനായിട്ട്, നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആ ഒരു മാജിക്കൽ റോക്ക് ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോൺ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം കിടക്കുമ്പോൾ തന്നെ പിറ്റേന്ന് നമുക്ക് എന്തൊക്കെയാ ചെയ്യാനുള്ളത് എന്നുള്ള ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. മൈൻഡിൽ ഉണ്ടാക്കിയാലും മതി. ഒരു ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നു, നമ്മുടെ എക്സർസൈസും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷായി ഫുഡെല്ലാം കഴിച്ചു, നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മീറ്റിങ്ങിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ഓഫീസിൽ എത്തുന്നു, ക്ലോക്ക് ഇൻ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും നമ്മളോട് വളരെ ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇനി അന്നത്തെ ദിവസം വല്ല മീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മീറ്റിങ്ങിൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി, മീറ്റിംഗ് നന്നായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റി. ആ മീറ്റിങ്ങിൽ എല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് ആ ദിവസം മുന്നോട്ട് പോയി. അങ്ങനെ ആ ദിവസത്തിൽ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്തെടുത്ത് അതൊരു ടു ഡു ലിസ്റ്റ് ആക്കുക. ഇനി ജോലിക്ക് പോകാതെ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ, വീട്ടമ്മയാണെങ്കിൽ രാവിലെ തന്നെ അവർ എഴുന്നേൽക്കുന്നു, അവർ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. പിന്നെ അന്നത്തെ ഭക്ഷണം നന്നായിട്ട് നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി ആ ഭക്ഷണം ഉണ്ടാക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നു. പിന്നെ അടുക്കും ചിട്ടയോടും കൂടി നാളെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓർത്തെടുക്കുന്നു. ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നു. നമ്മളാരും നമുക്ക് വേണ്ടി സമയം കണ്ടെത്താറില്ല അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഏതോ ഒരു വീഡിയോയിൽ സെൽഫ് ലവിനെ കുറിച്ച് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ നമ്മളെ സ്നേഹിക്കണം കേട്ടോ. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി നമ്മളെ തൃപ്തിപ്പെടുത്തണം ആദ്യം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ നമ്മളെ സപ്പോർട്ട് ചെയ്യുക? സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നില്ല. ഞാൻ ആ സബ്ജക്റ്റിലേക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പം നമ്മൾ വീട്ടമ്മയാണെങ്കിൽ അന്നത്തെ ദിവസം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മൈൻഡിൽ ഓർത്തു വെക്കുന്നു, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതെല്ലാം വളരെ ഭംഗിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം നമുക്ക് അവിടെ എന്താ നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സമയം കിട്ടും. സത്യം പറഞ്ഞാൽ നമ്മളൊരു കോർഡിനേഷൻ ഇല്ലാതെ, സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിൽ രാവിലെ ചാടി എഴുന്നേക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ശപിച്ചും കൊണ്ട് ചിലരൊക്കെ എഴുന്നേക്കണം രാവിലെ തന്നെ. ഇന്നെനിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു 100 കൂട്ടം പണികളുണ്ട് ചെയ്യാനായിട്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഇനി എപ്പോഴാ ചെയ്ത് കഴിയുക? എന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ. ഇനി ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഇനിയിപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് ആ ബോസിന്റെ മുഖം കാണണം, അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ ഇനി അന്നത്തെ ദിവസം ഇന്ന സ്റ്റാഫൊക്കെ ഡ്യൂട്ടിയിലുണ്ട്, ഇനി എനിക്ക് അത് ഓർക്കാനേ വയ്യ, എങ്ങനെയാ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നത്? അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ രാവിലെ തന്നെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾക്ക് ആ ദിവസം മൊത്തവും നമുക്ക് ചുറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വന്നുകൊണ്ടേയിരിക്കും. നെഗറ്റീവ് തോട്ടിൽ കൂടെ നമ്മൾ സ്റ്റാർട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് ആ ഡേ മുഴുവൻ നെഗറ്റീവ് തോട്ടല്ലേ കിട്ടുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ അതാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നല്ല ഹാപ്പി ആയിട്ട്
നിങ്ങൾ ഓരോ ദിവസവും ചെയ്യാനുള്ളത് തലേ ദിവസം തന്നെ നിങ്ങൾ അതൊന്ന് ടു ഡു ലിസ്റ്റ് ആക്കി വെക്കുക. മൈൻഡിൽ ചെയ്താലും മതി, നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആവും. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഓഫീസിലുള്ള എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം, നമ്മൾ അവരെ എല്ലാം സപ്പോർട്ട് ചെയ്യണം, നമ്മൾ അവരോടെല്ലാം വളരെ സ്നേഹത്തോടെ പെരുമാറണം. 100 ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുകയാണെങ്കിൽ 1000 ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് എത്തും. നമുക്ക് എല്ലാവരും നന്ദി പറയും. നമ്മൾ അവിടെ വളരെ ഹാപ്പി ആവും. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മാനിഫെസ്റ്റേഷൻസ്, നമ്മുടെ ഡ്രീംസ് എല്ലാം പെട്ടെന്ന് റിയാലിറ്റി ആകും. പെട്ടെന്ന് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിൽ വെക്കുക, ഒരിക്കലും നമ്മൾ ഹറി ബറിയായിട്ട് രാവിലെ എഴുന്നേറ്റ് ഓടിപ്പോകാൻ നിൽക്കരുത്. നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. നമ്മൾ എന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് വളരെ ഈസി ആയി കാര്യങ്ങളൊക്കെ. നമ്മുടെ ഓരോ ദിവസവും നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്, നമ്മുടെ ഓരോ നിമിഷവും നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്. നമ്മളത് അറിയാതെ പോകരുത്. നമ്മൾ ആ ഓരോ നിമിഷത്തിനും നമ്മൾ നന്ദി പറയണം. നാളത്തെ നിമിഷത്തെ നിങ്ങൾ ചിന്തിക്കേണ്ട, ഇന്നത്തെ ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ജീവിക്കേ. നാളെ എന്താണ് എന്ന് നമുക്കറിയില്ല, നാളെ നമ്മളെ ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക, നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുക. നമുക്ക് ചുറ്റുപാടുമുള്ളവരെ എല്ലാം സ്നേഹിക്കാൻ തോന്നും. നമ്മളിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. എന്തുകൊണ്ട്? നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് നമ്മളിങ്ങനെ പാടിപ്പറന്ന് നടക്കും. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കി അതൊന്ന്. എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങള്. ഈവൻ പൊട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ അതിനെ പോസിറ്റീവാക്കി മാറ്റുക. ഇപ്പൊ നമ്മളെ ആരെങ്കിലും ഷൗട്ട് ചെയ്തെങ്കിൽ നമ്മൾ മൈൻഡിൽ എന്താ വിചാരിക്കാനുള്ളത്, അതങ്ങ് വിട്ടുകളയുക. നമ്മൾ തിരിച്ചു വിചാരിക്കുക, അവർ ഷൗട്ട് ചെയ്തിട്ടില്ല, നമ്മളോട് വളരെ സ്നേഹത്തോടെ അവർ പെരുമാറിയത്. നമ്മുടെ മൈൻഡ് എന്തിനാ നമ്മൾ ഡിസ്റ്റർബ് ആക്കുന്നേ? നമ്മൾ എന്തിനാ ആവശ്യമില്ലാതെ നെഗറ്റീവ് തോട്ടുകളും മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ, നമ്മളെ ഡ്രീംസിനെ വൈകിപ്പിക്കുന്നത് എന്തിനാ? ചിന്തിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. ചിന്തിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ടല്ലോ. താങ്ക് യു. നമ്മൾ എപ്പോഴും താങ്ക് യു പറയുക. ഇങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് നന്ദി പറയുക. എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റിയല്ലോ, പ്രപഞ്ചശക്തിക്ക് നന്ദി, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി എന്ന് നമ്മൾ പറയുക, താങ്ക് യു പറയുക. അപ്പോഴാണ് അതിനൊരു കംപ്ലീറ്റ്നെസ് വരുന്നത്. എല്ലാത്തിൻ്റെയും ബേസിസ് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴാണ് നമുക്ക് പിന്നെയും ഗ്രാറ്റിറ്റ്യൂഡിലേക്കുള്ള കാര്യങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരെ ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് ക്ലാസ്സിലേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും നല്ല ഹാപ്പി ആയിരിക്കട്ടെ അല്ലേ. അപ്പം എല്ലാവർക്കും ഞാനൊരു മാജിക്കൽ ഡേ, ഹാപ്പിനെസ്സിൻ്റെ ഒരു ഡേ ഞാൻ വിഷ് ചെയ്യുകയാണ്, ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും. താങ്ക് യു.